هو أنا دمي فلسطيني فلسطيني فلسطيني، أنا دمي فلسطيني. على عهدي على ديني على أرض تلاقيني، أنا لأهلي أنا فديهم، أنا دمي فلسطيني فلسطيني فلسطيني، أنا دمي فلسطيني. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة، يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين. لا إله إلا الله. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة، يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين. لا إله إلا الله العظيم. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة، يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين. لا إله إلا الله. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة، يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين. لا إله إلا الله. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة، يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين. لا إله إلا الله العظيم. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة، يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين. لا إله إلا الله العظيم. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة، يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين. لا إله إلا الله. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة، يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين. لا إله إلا الله. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة، يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين. لا إله إلا الله. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة، يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين. لا إله إلا الله العظيم. കഴിഞ്ഞ 2 ദിവസമായി കലോത്സവം നടക്കുകയുണ്ടായി. ആദ്യത്തെ ദിവസം കലോത്സവം നടത്തിയപ്പോൾ ഒരു മൈം പരിപാടി അവതരിപ്പിച്ചതിൽ ചില ആൾക്കാരുടെ കുട്ടികളിൽ നിന്ന് അധ്യാപകന്മാർ ഈ കർത്തം താത്തിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്ന് പൊതുസമൂഹവും ഗവൺമെൻറ്റൊക്കെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അത് ശരിയായിരുന്നു എന്നുള്ള രീതിയിലേക്കായിരുന്നു വിലയിരുത്തിയത്. അതിൻ്റെ ഭാഗമായി നിർത്തിവെച്ച പരിപാടി 2ാമത്തെ ദിവസം ഇന്ന് പരിപാടി നടക്കുകയും കർത്തം മാറ്റിവെച്ച മൈം ഇന്ന് വളരെ നിറഞ്ഞ സദസ്സോടുകൂടി സ്റ്റേജിൽ നല്ല രീതിയിൽ കുട്ടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതൊരു കലയാണ്. ഈ കല എന്ന് പറയുന്നത് തന്നെ
മനുഷ്യൻ്റെ മനസ്സുകളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കലയും കായികമൊക്കെ ഉണ്ടാകുന്നത്. അതിലൊന്നും വിഭാഗീയതയോ മതത്തിൻ്റെയോ ഒന്നും മതിലുകളും അതിൽ വരുന്നില്ല. അത് ആരെയും വന്നാലും അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത് തന്നെയാണ്. പൊതുസമൂഹം ഇന്ന് ആകാംക്ഷയോട് നിൽക്കുന്ന ഈ സമയത്ത് എല്ലാ മനുഷ്യൻ ജാതിയിൽപ്പെട്ട ആൾക്കാർ മതങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു വേദിയാണ് കല. കലയുമായി മാത്രം കാണുമ്പോൾ ഒരു പ്രശ്നമില്ല. അത് വേറൊരു രീതിയിൽ കാണുമ്പോഴാണ് ഇതുപോലുള്ള വിഭാഗത്തിൽ ഇവരെ ചിന്ത വരുന്നത്. അതെല്ലാവരും മാറ്റി നിർത്തി ഇന്നെല്ലാ ജനങ്ങളും TV ചാനലിലെ ആൾക്കാരും പത്രമാധ്യമങ്ങളും എല്ലാവരും ഈ പരിപാടി നിരീക്ഷിച്ചു നല്ല അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടാണ് അവർ പോയിട്ടുള്ളത്. പിന്നെ PTA-യിലോ SMC-യിലോ അങ്ങനെ ഒരു വേർതിരിവില്ല. ഞങ്ങളെ ഈ PTA-യിലും SMC-യിലും ഞാൻ രണ്ടും യോജിപ്പിച്ചിട്ടാണ് സാധാരണ യോഗം. പല സ്കൂൾ അങ്ങനെയല്ല SMC പോലെ. എന്നാലും ഇവിടെ ഒരു ഐക്യത്തിന് വേണ്ടി PTA-യും SMC ഒന്നിച്ചിട്ടാണ് യോഗം ചേരുന്നത്. അതിൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും ശബ്ദമുള്ള ആൾക്കാരുടെ ഏതെങ്കിലും പാർട്ടിക്കാരോ ഞങ്ങളത് പേര് പറയുന്നില്ല, അങ്ങനെ ഉണ്ട് എന്നല്ല നേരത്തെ പറഞ്ഞത് വേണം പറയുന്നത്. എല്ലാ വിഭാഗത്തിലെയും പ്രതിനിധികൾ, പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്തുമാർ, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഉള്ള ഒരു PTA-ആണ് ഇവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഏതൊരു വിഷയം ചർച്ച ചെയ്യുമ്പോഴും അങ്ങനെ ഒരു വിഭാഗീയത കണ്ട് ചർച്ച ചെയ്യുന്നില്ല. എല്ലാവരും ഐക്യത്തോടു കൂടി ചർച്ച ചെയ്തിട്ടാണ് ഓരോ കാര്യം നടത്തുന്നത്. അതിൻ്റെ വിജയം തീർച്ചയായും ഇന്ന് ഈ പരിപാടി കഴിയുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും ജനങ്ങളെ എല്ലാവരുടെയും സഹകരണങ്ങൾ തുടർന്നും ഈ വലിയ സ്കൂളാണ്. ഏകദേശം ഹൈസ്കൂൾ തന്നെ ഒരു 1500-1800 കുട്ടികളും ഹയർ സെക്കൻഡറി ഒക്കെ മൊത്തം 2500 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. കാസർഗോഡ് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന വിദ്യാലയമാണ്. അതുകൊണ്ട് വിദ്യാലയത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരുടെയും പൊതുസമൂഹത്തിൻ്റെയും സഹകരണം വേണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. നമുക്ക് ഇത് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. ഇത് ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു ഗവൺമെൻറ് വിദ്യാഭ്യാസ മന്ത്രി എടുക്കാൻ നമ്മുടെ സപ്പോർട്ടിലാണ് ഇന്നത്തെ പരിപാടി നടന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين. لا إله إلا الله العظيم. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين. لا إله إلا الله العظيم. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين. لا إله إلا الله العظيم. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. അവധിക്കാലം കഴിഞ്ഞു. വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ
അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061178000. ടോൾ ഫ്രീ നമ്പർ 14. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, City Gold and Diamonds, Kerala and Karnataka, the glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.